നമസ്കാരം. നമ്മൾ മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കണോ? നമ്മുടെ ഗാർഹിക ഉപഭോഗത്തിനാവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാക്കണോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ആവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ദുരന്തം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. സാമൂഹികമായ അവബോധം മനുഷ്യ നന്മയ്ക്കും പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് കുറെ കാശ് കുന്നുകൂടിയോണ്ട് കാര്യമൊന്നുമില്ല. മനസ്സമാധാനവും ആരോഗ്യവുമാണ് നമുക്ക് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രകൃതി കൃഷിയിലേക്ക് തിരിയുക, പ്രകൃതി ജീവനത്തിലേക്ക് തിരിയുക. ഇതായിരിക്കണം നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ പ്രകൃതി ജീവനത്തിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ആവശ്യമായ നമ്മുടെ പച്ചക്കറികൾ ഉണ്ടാവണം, നമ്മുടെ പഴവർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് പ്രകൃതി ജീവനത്തിലേക്ക് എത്താനായിട്ട് കഴിയുക. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പുഴുത്തതും ചീഞ്ഞതും നാറിയതുമായിട്ടുള്ള മാരകമായിട്ടുള്ള വിഷം കലർത്തിയ പച്ചക്കറികൾ നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുത്തുമെന്നുള്ള തിരിച്ചറിവ് വിവേകമുള്ള മനുഷ്യർക്കുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ പ്രകൃതി ജീവനത്തിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ പ്രകൃതി കൃഷി മാത്രമാണ് അനിവാര്യമായ ഘടകം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വിളക്രമീകരണത്തെ പറ്റി, പ്രകൃതി കൃഷിയുടെ വിളക്രമീകരണത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. യൂണിവേഴ്സിറ്റി പോലും നോക്കൂത്തിയാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വിളക്രമീകരണം യൂണിവേഴ്സിറ്റി ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാർഷിക യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയേണ്ടത്. വിളക്രമീകരണം വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ എവിടെയൊക്കെ നടണമെന്നും ഏതൊക്കെ സീസണിൽ ചെയ്യണമെന്നും വളരെ പ്രാധാന്യം അറിയിക്കുന്നു കൃഷിയിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബഹുവിളത്തോട്ടമാണ് നമുക്ക് ആവശ്യം, ഒരു സമ്മിശ്ര കൃഷിയാണ് നമുക്ക് ആവശ്യം. തോട്ടവിള സംസ്കാരമല്ല ആവശ്യം, ഏകവിളകളല്ല ആവശ്യം. കൃഷിയുടെ നാശത്തിന്റെ പ്രധാന കാരണം ഏകവിളകളും രാസവളങ്ങളും രാസകീടനാശിനികളുടെയും ഉപയോഗമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബഹുവിളത്തോട്ടത്തിന് പ്രധാനമായിട്ടും പഴവർഗ്ഗങ്ങൾ ഉണ്ടാവണം, പച്ചക്കറികൾ ഉണ്ടാവണം, നാണ്യവിളകൾ ഉണ്ടാവണം, ധാന്യവിളകൾ ഉണ്ടാകണം, ഔഷധ സസ്യങ്ങൾ ഉണ്ടാവണം, ഔഷധ വൃക്ഷങ്ങൾ ഉണ്ടാവണം. ഒരു 100 ഇനം സസ്യങ്ങളെങ്കിലും നമ്മുടെ കൃഷിയിടത്തിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബയോളജിക്കൽ കൺട്രോൾ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഒരേക്കർ സ്ഥലമുണ്ടെങ്കിൽ 10 സെന്റ് സ്ഥലമെങ്കിലും ചുരുങ്ങിയത് കാവാക്കി മാറ്റുക എന്നുള്ളതാണ്, ഒരു ഇക്കോസിസ്റ്റമാക്കി മാറ്റുക എന്നുള്ളതാണ്. ബാക്കി വരുന്ന 90 സെന്റ് സ്ഥലം ഒരു കൾട്ടിവേറ്റ് ഇക്കോസിസ്റ്റമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഒരു സൃഷ്ടിക്കപ്പെട്ട ആവാസ വ്യവസ്ഥ, അതാണ് കൃഷിയിടത്തിൽ വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു ബയോളജിക്കൽ കൺട്രോൾ കൃഷിയിടത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു കൃഷിയിടത്തിൽ തെങ്ങുണ്ടാവണം, കവുങ്ങുണ്ടാവണം, കുരുമുളക് ഉണ്ടാവണം, ജാതി ഉണ്ടാവണം, കാപ്പി ഉണ്ടാവണം, പ്ലംസ് ഉണ്ടാവണം, ചെറിയ ഉണ്ടാവണം, പേര ഉണ്ടാവണം, പുളി ഉണ്ടാവണം, കടപ്ലാവ് ഉണ്ടാവണം. അങ്ങനെ തുടങ്ങിയുള്ള സമ്മിശ്ര കൃഷിയിലൂടെ അല്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. അതിൽ രാസവളവും കീടനാശിനും ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടല്ലോ. ഒരു പ്രകൃതി കൃഷിയിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഒരു തൈ വെക്കുമ്പോൾ മാത്രമാണ് ആകെ ഒരു ചെറിയ കുഴിയെടുത്ത് ആ തൈ വെക്കേണ്ട കാര്യമുള്ളൂ. വനം നിങ്ങൾ കാണുക, വനമാക്കി കൃഷിയിടം മാറ്റുക. വനത്തിൽ ആരും പോയി രാസവളം ഉപയോഗിക്കുന്നില്ല, വനത്തിൽ ആരും പോയി നനയ്ക്കുന്നില്ല, വനത്തിൽ ആരും കീടനാശിനി കളിക്കുന്നില്ല. വനം ധന്യമാണ്. ആ വനത്തെ ആശ്രയിച്ച് മാത്രം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.